നമ്മുടെയൊക്കെ സമാധാനം ഒരു പരിധി കൂടുതൽ കളഞ്ഞിട്ടുള്ളത് ഈ ഒരു സോഷ്യൽ മീഡിയ ആയിരിക്കും അല്ലെ. ഇരുന്ന് അങ്ങോട്ട് സ്ക്രോൾ ചെയ്യുക, ചിന്തിച്ച് അങ്ങോട്ട് കൂട്ടുക. അതിനിടയിൽ കൂടെ പഠിച്ചതോ ബന്ധത്തിലുള്ളതോ ട്യൂഷന് പോയതോ എന്തിന് ബസ്സിലോ വഴിയിലോ വെച്ച് കണ്ടുപരിചയമുള്ളവരുടെ പ്രൊഫൈല് വരെ കയറി നോക്കി അവരിപ്പോ എന്താ ചെയ്യണേ, അവരിപ്പോ എവിടെ എത്തി, നമ്മളെക്കാ മുന്നേ ആണോ അതോ പിന്നെയാണോ, അവരെങ്ങനെ രക്ഷപ്പെട്ടോ അതോ ഞാനൊന്നും അത്രയും ചെയ്തില്ലേ, ഞാൻ എങ്ങും എത്തിയില്ലേ എന്നൊക്കെ ചിന്തിക്കാത്ത ആളുകള് നന്നേ കുറവായിരിക്കൂലേ. കുറച്ചുനാള് മുന്നേ വരെ ഞാനും അതിലൊരാളായിരുന്നേ. എനിക്ക് അറിയണതും അറിയാത്തതുമായിട്ടുള്ള പല ആളുകളും കാറ് മേടിക്കണതും വീട് വെക്കണതും അതുപോലെ അബ്രോഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്തതും ഒക്കെ കണ്ട് ദേ ആർ ലിവിങ് എ പെർഫെക്റ്റ് ലൈഫ്. ഞാൻ എന്റെ ലൈഫിൽ മൊത്തമായിട്ട് തോറ്റുപോയി, കംപ്ലീറ്റ് ലോസർ എന്നുള്ള രീതിയിൽ ചിന്തിച്ച് എനിക്കുള്ളതും കൂടെ വേണ്ട, അതൊന്നും അല്ല ജീവിതം എന്ന് വിചാരിച്ച് മറ്റുള്ളവരോട് ഡിസ്കസ് ചെയ്ത് ഇനി ലൈഫ് കുറച്ചും കൂടെ എങ്ങനെ ബെറ്റർ ആക്കാം, അവരെ പോലെ എങ്ങനെ ജീവിക്കാം എന്ന് ചിന്തിച്ച പല ദിവസങ്ങളും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരുടെ സ്റ്റോറീസ് ഒരിക്കലും നമ്മുടേതാകില്ല. നമുക്ക് നമ്മുടെ സ്റ്റോറി ലൈനാണ്. നമ്മൾ എന്തിനാണ് മറ്റുള്ളവരുടെ സ്റ്റോറി ലൈനിൽ ജീവിക്കുന്നത്? നമ്മൾ എപ്പോഴും നമ്മളെ കമ്പയർ ചെയ്യേണ്ടത് നമ്മളുടെ പാസ്റ്റും നമ്മളുടെ പ്രസന്റും വെച്ചിട്ടാണ്. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് എന്ന് കേട്ടിട്ടില്ലേ? നമുക്ക് അന്നില്ലാതിരുന്നത് ഇന്ന് എന്തൊക്കെ നമ്മൾ നേടിയെന്ന് മാത്രം ചിന്തിച്ചാൽ മതി, നമ്മൾ എത്ര അച്ചീവ് ചെയ്തെന്ന് ചിന്തിക്കാനായിട്ട്. ഞാനടക്കമുള്ള എല്ലാവരും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് അവരുടെ പോസിറ്റീവ് സൈഡ്സ് മാത്രമായിരിക്കും, അച്ചീവ്മെന്റ്സ് മാത്രമായിരിക്കും. പക്ഷെ അവരുടെ നെഗറ്റീവ്സോ ഇൻസെക്യൂരിറ്റീസോ സഫറിങ്സോ ഒന്നും അവർ പോസ്റ്റ് ചെയ്തെന്ന് വരില്ല. ഞാനിതിൽ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ളവരുടെ അച്ചീവ്മെന്റ്സ് വെച്ച് നമ്മളുടെ പല അച്ചീവ്മെന്റ്സും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര വലുതാണെങ്കിലും നമുക്കത് നല്ലതായി തോന്നില്ല. സോ ബി എ ബെറ്റർ വേർഷൻ ഓഫ് യു, നോട്ട് others. Be happy.